പശ്ചിമേഷ്യയിൽ ഉരുണ്ടുകൂടിയ യുദ്ധമേഘങ്ങൾ കേവലം ഭൂമിശാസ്ത്രപരമായ ഒരു അതിർത്തി തർക്കത്തിലോ രാഷ്ട്രീയമായ പോരാട്ടങ്ങളിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. ആധുനിക ലോകത്തിന്റെ ജീവരക്തമായ ഇന്ധന വിതരണ ശൃംഖലയെ അതപ്പാടെ പിടിച്ചുലച്ചിരിക്കുകയാണ്. ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ വില ബാരലിന് $70 നിന്ന് ഒറ്റയടിക്ക് $126 കുതിച്ചുയർന്നത് ഇതിന്റെ വ്യക്തമായ സൂചനയാണ്. എണ്ണയ്ക്കായി വലിയ തോതിൽ ഇറക്കുമതിയെ ആശ്രയിക്കുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ മുനമ്പിലാണ് നിർത്തിയിരിക്കുന്നത്. നിലവിൽ എണ്ണ കമ്പനികൾക്ക് പ്രതിമാസം 30,000 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടാകുന്നത്. ഈ സാഹചര്യത്തിലാണ് രാജ്യത്തിന്റെ വിദേശ നാണ്യ ശേഖരം സംരക്ഷിക്കുന്നതിനായി കർശനമായ ചില സാമ്പത്തിക അച്ചടക്ക നടപടികൾ പാലിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് നേരിട്ട് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. വർക്ക് ഫ്രം ഹോം തിരികെ കൊണ്ടുവരിക, സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കുക, വിദേശ യാത്രകൾ മാറ്റിവെക്കുക തുടങ്ങി ദൈനംദിന ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന നിരവധി നിർദ്ദേശങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുന്നത്. എന്നാൽ 140 കോടിയിലധികം വരുന്ന ഒരു ജനതയോട് ഇത്തരം വലിയ മാറ്റങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അത് എത്രത്തോളം പ്രായോഗികമായി നടപ്പിലാക്കാൻ സാധിക്കും എന്ന ചോദ്യം സ്വാഭാവികമായും ഉയർന്നു വരുന്നു. കോവിഡ് മഹാമാരിയുടെ കാലത്ത് ലോകം മുഴുവൻ സ്വീകരിച്ച വർക്ക് ഫ്രം ഹോം എന്ന തൊഴിൽ സംസ്കാരം വീണ്ടും സജീവമാക്കണമെന്നാണ് പ്രധാനമന്ത്രിയുടെ പ്രധാന നിർദ്ദേശങ്ങളിലൊന്ന്. ഇത് 100% പ്രായോഗികമായ ഒരു കാര്യമാണ്. വിവര സാങ്കേതിക വിദ്യ, ധനകാര്യം, കൺസൾട്ടിംഗ് തുടങ്ങി നിരവധി മേഖലകളിൽ ഓഫീസിലിരുന്ന് ചെയ്യുന്ന അതേ കാര്യക്ഷമതയോടെ വീടുകളിൽ ഇരുന്ന് ജോലി ചെയ്യാൻ സാധിക്കുമെന്ന് കോവിഡ് കാലം തെളിയിച്ചതാണ്. രാജ്യത്തെ IT ഹബ്ബുകളായ ബാംഗ്ലൂരു, ഹൈദരാബാദ്, പൂനെ, ചെന്നൈ, കൊച്ചി, തിരുവനന്തപുരം തുടങ്ങിയ നഗരങ്ങളിൽ ലക്ഷക്കണക്കിന് വാഹനങ്ങളാണ് പ്രതിദിനം നിരത്തുകളിൽ ഇറങ്ങുന്നത്. കോർപ്പറേറ്റ് കമ്പനികൾ തങ്ങളുടെ ജീവനക്കാർക്ക് ആഴ്ചയിൽ 3-4 ദിവസം വർക്ക് ഫ്രം ഹോം അനുവദിക്കുകയാണെങ്കിൽ ട്രാഫിക് കുരുക്കുകൾ കുറയുക മാത്രമല്ല, ലക്ഷക്കണക്കിന് ലിറ്റർ പെട്രോളും ഡീസലുമാണ് പ്രതിദിനം ലാഭിക്കാൻ കഴിയുക. ഗവൺമെന്റ് തലത്തിൽ തന്നെ IT പാർക്കുകൾക്കും വലിയ സ്ഥാപനങ്ങൾക്കും ഇത് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ നൽകിയാൽ വളരെ എളുപ്പത്തിൽ ഇത് പ്രായോഗികമാക്കാം. ഇതിനൊപ്പം തന്നെ അദ്ദേഹം ഊന്നൽ നൽകിയ മറ്റൊരു കാര്യമാണ് കാർ പൂളിംഗ്, മെട്രോ യാത്ര എന്നിവ. നമ്മുടെ നഗരങ്ങളിലെ നിരത്തുകളിൽ ഓടുന്ന കാറുകളിൽ ഭൂരിഭാഗവും ഒരാൾ മാത്രമായിരിക്കും യാത്ര ചെയ്യുന്നത്. ഇത് ഇന്ധനത്തിന്റെ വലിയ തോതിലുള്ള പാഴാക്കലായാണ് കണക്കാക്കപ്പെടുന്നത്. ഒരേ റൂട്ടിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു വാഹനം പങ്കിടുന്ന കാർ പൂളിംഗ് രീതി റെസിഡൻസ് അസോസിയേഷനുകളുടെയും ഓഫീസ് കൂട്ടായ്മകളുടെയും നേതൃത്വത്തിൽ എളുപ്പത്തിൽ നടപ്പിലാക്കാവുന്നതാണ്. ഇതിനായി സുരക്ഷിതമായ മൊബൈൽ ആപ്ലിക്കേഷനുകൾ വ്യാപകമാക്കാം. കൊച്ചി ഉൾപ്പെടെ മെട്രോ സർവീസുകൾ ലഭ്യമായ നഗരങ്ങളിൽ സ്വന്തം വാഹനം ഒഴിവാക്കി പൊതുഗതാഗതം ഉപയോഗിക്കുന്നത് സാമ്പത്തിക ലാഭത്തിനൊപ്പം തന്നെ പാരിസ്ഥിതിക ഗുണവും നൽകും. ഇലക്ട്രിക് വാഹനങ്ങൾ ഉള്ളവർ പരമാവധി ആ വാഹനങ്ങൾ തന്നെ ഉപയോഗിക്കണം എന്ന നിർദ്ദേശവും പ്രായോഗികമാണ്. ചാർജിംഗ് സ്റ്റേഷനുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിലൂടെ ആളുകളിൽ ഇലക്ട്രിക് വാഹനങ്ങളോടുള്ള താൽപ്പര്യം കൂടുതൽ വളർത്തിയെടുക്കാൻ സർക്കാരിന് സാധിക്കും. പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥനകളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കണം എന്ന നിർദ്ദേശമാണ്. ഇന്ത്യക്കാരുടെ, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യക്കാരുടെ ജീവിതത്തിൽ സ്വർണത്തിനുള്ള സ്ഥാനം വെറുമൊരു ലോഹത്തിൻ്റെതല്ല, അത് പാരമ്പര്യത്തിൻ്റെയും സാംസ്കാരിക പൈതൃകത്തിൻ്റെയും ഭാഗമാണ്. ഇന്ത്യ ഉപയോഗിക്കുന്ന സ്വർണത്തിന്റെ സിംഹഭാഗവും ഇറക്കുമതി ചെയ്യുന്നതാണ്. പെട്രോളിയം കഴിഞ്ഞാൽ രാജ്യത്തിന്റെ വിദേശ നാണ്യം ഏറ്റവും കൂടുതൽ പുറത്തേക്കൊഴുകുന്നത് സ്വർണ്ണ ഇറക്കുമതിയിലൂടെയാണ്. പ്രതിമാസം ഏകദേശം 60 ടണ്ണോളം സ്വർണമാണ് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത്. ഇതിനായി കോടിക്കണക്കിന് ഡോളർ രാജ്യം ചിലവാക്കുന്നുണ്ട്. യുദ്ധസമാനമായ ഒരു സാഹചര്യത്തിൽ ഡോളർ ശേഖരം കുറയുന്നത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ഗുരുതരമായി ബാധിക്കും. അതുകൊണ്ടാണ് സ്വർണം വാങ്ങുന്നത് തൽക്കാലം നിർത്താൻ സർക്കാർ ആവശ്യപ്പെടുന്നത്. എന്നാൽ ഇത് പ്രായോഗികമായി നടപ്പിലാക്കുക എന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയാണ്. ഇന്ന് ഇന്ത്യക്കാർ സ്വർണം വാങ്ങുന്നത് കേവലം വിവാഹങ്ങൾക്കോ ആഘോഷങ്ങൾക്കോ വേണ്ടി മാത്രമല്ല. ആഗോള വിപണിയിലെ അനിശ്ചിതത്വങ്ങൾക്കിടയിൽ ഏറ്റവും സുരക്ഷിതമായ ഒരു നിക്ഷേപമായാണ് ജനങ്ങൾ സ്വർണത്തെ കാണുന്നത്. വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ സ്വർണ്ണ വിപണിയിൽ ഒരു വലിയ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഭരണങ്ങൾ വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ സ്വർണ്ണ കട്ടികളായും അല്ലെങ്കിൽ സ്വർണ്ണ നാണയങ്ങളായും നിക്ഷേപിക്കുക എന്ന രീതിയിലേക്ക് ജനങ്ങൾ മാറിയിരിക്കുന്നു. ഓഹരി വിപണിയിലെ ചാഞ്ചാട്ടങ്ങളും പണപ്പെരുപ്പവും ജനങ്ങളെ സ്വർണത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയാണ്. ബാങ്കുകളിൽ നിന്ന് സ്വർണ്ണ പണയ വായ്പകൾ എടുക്കുന്നവരുടെ എണ്ണവും റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറുകയാണ്. അതായത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വർണം എന്നത് ഒരു വൈകാരിക സുരക്ഷാ കവചം കൂടിയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ സ്വർണം വാങ്ങുന്നത് പൂർണ്ണമായി നിർത്താൻ ജനങ്ങളോട് ആവശ്യപ്പെടുന്നത് പ്രായോഗികമായി വിജയിക്കണമെന്നില്ല. പകരം സർക്കാരിന് ചെയ്യാൻ കഴിയുന്നത് ഭൗതികമായ സ്വർണത്തിന് പകരം സോവറിൻ ഗോൾഡ് ബോണ്ടുകൾ, അതായത് SGBകൾ പോലെയുള്ള ഡിജിറ്റൽ നിക്ഷേപങ്ങളെ കൂടുതൽ ആകർഷകമാക്കുക എന്നതാണ്. ഇതിലൂടെ ജനങ്ങൾക്ക് സ്വർണത്തിലുള്ള നിക്ഷേപത്തിന്റെ സുരക്ഷിതത്വവും ലാഭവും ലഭിക്കുകയും എന്നാൽ സർക്കാരിന് വലിയ തോതിൽ വിദേശ നാണ്യം ചെലവഴിച്ച് സ്വർണം ഇറക്കുമതി ചെയ്യേണ്ട സാഹചര്യം ഒഴിവാക്കുകയും ചെയ്യും.
പഴയ സ്വർണം നൽകി പുതിയത് വാങ്ങുന്ന എക്സ്ചേഞ്ച് രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതും പുതിയ ഇറക്കുമതി കുറയ്ക്കാൻ സഹായിക്കും. സ്വർണത്തിന്റെ വിലയിലുണ്ടായ വൻ വർധനവ് തന്നെ സാധാരണക്കാരായ പലരെയും സ്വർണം വാങ്ങുന്നതിൽ നിന്ന് സ്വാഭാവികമായി പിന്നോട്ട് വലിക്കുന്നുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അത്യാവശ്യമല്ലാത്ത വിദേശ യാത്രകൾ ഒഴിവാക്കുക എന്നത് വളരെ എളുപ്പത്തിൽ പ്രായോഗികമാക്കാവുന്ന ഒരു നിർദ്ദേശമാണ്. വിനോദസഞ്ചാരത്തിനായി ഇന്ത്യക്കാർ വലിയ തോതിൽ ഡോളറാണ് വിദേശ രാജ്യങ്ങളിൽ ചെലവഴിക്കുന്നത്. ആഭ്യന്തര ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഈ വിദേശ നാണ്യം രാജ്യത്തിനകത്ത് തന്നെ നിലനിർത്താൻ സാധിക്കും. കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയാൽ ജനങ്ങൾ വിദേശ യാത്രയ്ക്ക് പകരം രാജ്യത്തിനകത്തെ യാത്രകൾ തിരഞ്ഞെടുക്കും. വീട്ടാവശ്യങ്ങൾക്കുള്ള പാചക എണ്ണയുടെ ഉപയോഗം കുറയ്ക്കുക എന്ന നിർദ്ദേശം ഒരേ സമയം സാമ്പത്തികവും ആരോഗ്യകരവുമായ ഒരു മുന്നറിയിപ്പാണ്. പാം ഓയിൽ, സൺഫ്ലവർ ഓയിൽ തുടങ്ങിയവയ്ക്കായി ഇന്ത്യ വലിയ തോതിൽ ഇറക്കുമതിയെ ആശ്രയിക്കുന്നുണ്ട്. നമ്മുടെ ഭക്ഷണ രീതികളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുകയും എണ്ണയിൽ വറുത്ത ഭക്ഷണങ്ങൾ കുറയ്ക്കുകയും ചെയ്യുന്നത് വഴി വ്യക്തികളുടെ ആരോഗ്യം മെച്ചപ്പെടുന്നതിനോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ ഇറക്കുമതി ബില്ലും ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കും. പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന വെളിച്ചെണ്ണ, എള്ളെണ്ണ, കടല എണ്ണ തുടങ്ങിയവയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നത് പ്രാദേശിക കർഷകർക്കും ഗുണം ചെയ്യുന്ന കാര്യമാണ്. പ്രധാനമന്ത്രിയുടെ ഈ പ്രസംഗം വെറുമൊരു നിയന്ത്രണങ്ങളുടെ പട്ടികയല്ല, മറിച്ച് വരാനിരിക്കുന്ന ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടാൻ ജനങ്ങളെ മാനസികമായി തയ്യാറെടുപ്പിക്കുന്നതിനുള്ള ഒരു ശ്രമമാണ്. രാജ്യത്തോടുള്ള കടമയായി കണ്ട് ഈ മാറ്റങ്ങൾ ഉൾക്കൊള്ളണമെന്ന ആഹ്വാനം വൈകാരികമായി ജനങ്ങളെ സ്പർശിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ 90കളുടെ തുടക്കത്തിൽ ഇന്ത്യ സമാനമായ ഒരു വിദേശ നാണ്യ പ്രതിസന്ധി നേരിട്ടിരുന്നു. അന്ന് രാജ്യത്തിൻ്റെ സ്വർണം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ പണയം വെക്കേണ്ടി വന്നത് നമ്മുടെ സാമ്പത്തിക ചരിത്രത്തിലെ ഒരു വലിയ പാഠമാണ്. അത്തരം ഒരു അവസ്ഥയിലേക്ക് രാജ്യം വീണ്ടും കൂപ്പുകുത്താതിരിക്കാനാണ് മുൻകരുതലുകൾ എടുക്കേണ്ടത്. ഈ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പ്രായോഗികമാക്കണമെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വ്യക്തമായ നയരൂപീകരണം ആവശ്യമാണ്. വർക്ക് ഫ്രം ഹോം നടപ്പിലാക്കുന്ന കമ്പനികൾക്ക് നികുതി ഇളവുകൾ നൽകുക, പൊതുഗതാഗതം കൂടുതൽ കാര്യക്ഷമവും സുരക്ഷിതവുമാക്കുക, കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുക തുടങ്ങിയ സമാന്തരമായ നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. സാമ്പത്തിക അച്ചടക്കം എന്നത് കേവലം ജനങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമല്ല, മറിച്ച് ഭരണകൂടവും ജനങ്ങളും ഒരേ മനസ്സോടെ പ്രവർത്തിക്കേണ്ട ഒരു മേഖലയാണ്. സ്വർണം ഉപേക്ഷിക്കുക എന്നത് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം കടുത്ത തീരുമാനമാണെങ്കിലും അതിന് പകരമുള്ള മികച്ച സാമ്പത്തിക മാർഗങ്ങൾ സർക്കാർ മുന്നോട്ടിട്ടാൽ ഒരു പരിധിവരെ ഈ പ്രതിസന്ധിയെ മറികടക്കാൻ സാധിക്കും. പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിക്കുന്നതുവരെയെങ്കിലും ഒരു രാജ്യവ്യാപകമായ അച്ചടക്കം പാലിക്കാൻ നമ്മൾ തയ്യാറായാൽ അത് വരും തലമുറകൾക്ക് നൽകുന്ന ഏറ്റവും വലിയ സാമ്പത്തിക സുരക്ഷിതത്വമായിരിക്കും. ചുരുക്കത്തിൽ പ്രധാനമന്ത്രി നിർദ്ദേശിച്ച മാറ്റങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്നതല്ലെങ്കിലും പടിപടിയായി അത് നമ്മുടെ ജീവിത ശൈലിയുടെ ഭാഗമാക്കാൻ സാധിച്ചാൽ ആഗോള സാമ്പത്തിക വെല്ലുവിളികളെ അതിജീവിക്കാൻ ഇന്ത്യക്ക് തീർച്ചയായും സാധിക്കും. ജനങ്ങളുടെ കൂട്ടായ ഇച്ഛാശക്തിയും സർക്കാരിൻ്റെ ക്രിയാത്മകമായ പിന്തുണയും മാത്രമാണ് ഇതിനാവശ്യം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.